നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായ യുദ്ധം തുടർന്ന് ബി.ജെ.പി. സംഘപരിവാർ. ത്രിപുരയിൽ ലെനിന്റെ പ്രതിമ തച്ചുടച്ച ബി.ജെ.പി. സംഘപരിവാർ നേതാക്കൾ ഉന്മൂലന രാഷ്ട്രീയം തുടരുകയാണ്. സാമൂഹിക പരിഷ്കർത്താവും രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കായി പോരാടിയ തമിഴ്നാടിന്റെ വീരപുത്രനുമായ പെരിയാറുടെ പ്രതിമയും, ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാളിലെ പ്രതിമയും, അംബേദ്കറുടെ മീററ്റിലെ പ്രതിമയും തച്ചുടയ്ക്കപ്പെട്ടു. CPIM ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ അക്രമം അയച്ചുവിട്ട ബി.ജെ.പി. നേതാക്കൾക്ക് ശക്തി പകർന്ന് നേതാക്കളുടെ പ്രതികരണങ്ങളും എത്തുകയാണ്. പ്രതിമ തകർക്കലിനെ അപലപിച്ച പ്രധാനമന്ത്രി പക്ഷേ ത്രിപുരയിലടക്കം നടക്കുന്ന കലാപത്തെ തള്ളിപ്പറയുന്നില്ല. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ നടത്തിയ കമ്മ്യൂണിസ്റ്റ് വേട്ട അതേ പാതയിൽ സംഘപരിവാർ തുടരുമ്പോൾ പ്രതിരോധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ത്രിപുരയിലെ വിജയത്തെ ആധികാരികമെന്ന് അവകാശപ്പെട്ട് കലാപത്തിന് മുതിരുന്നവരുടെ ചെയ്തികൾ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയായി മാറുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വിവിധ വശങ്ങൾ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ ചർച്ചയിലേക്ക് എത്താം. അതിഥികളിലേക്ക് എത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വരുമ്പോൾ CPIM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ തത്സമയം ചേരുന്നു. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതായത് ത്രിപുരയിൽ നിന്നും ഇന്നലെ കണ്ട ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. ദാരുണമായ ദൃശ്യങ്ങളുടെ വ്യാപ്തി ഇന്നിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വ്യാപിക്കുന്നു. അതിനുശേഷം ബംഗാളിൽ കണ്ടു, മീററ്റിൽ കണ്ടു. ഈ മൂന്ന് പ്രതിമ, അതായത് ബിംബങ്ങളെ തച്ചുടയ്ക്കപ്പെടുന്നു. ബിംബങ്ങൾ തച്ചുടയ്ക്കുന്നു. അവിടെ തച്ചുടയ്ക്കപ്പെടുന്ന ബിംബങ്ങളുടെ പ്രത്യേകത എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ വീരപുത്രൻ എന്ന് അവകാശപ്പെടുന്ന തികഞ്ഞ യുക്തിവാദിയായ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവ് കൂടിയായിരുന്ന ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകനായിരുന്ന പെരിയോറുടെ പ്രതിമയ്ക്ക് നേരെ ആക്രമണം. അതേസമയം തന്നെ ഉത്തർപ്രദേശിൽ അംബേദ്കറുടെ പ്രതിമ തച്ചുടയ്ക്കപ്പെടുന്നു. ഒരു പൊതു സ്വഭാവം ഇക്കാര്യത്തിൽ വരുന്നുണ്ടോ? ഇതിനെ എങ്ങനെ അപലപിക്കേണ്ടി വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഈ ഇത്തരം നിലപാടുകൾ? സംഘപരിവാർ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ആദ്യം തകർക്കുക. പക്ഷേ രാജ്യം രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം രൂപപ്പെടുത്തിയ സംസ്കാരത്തെയും ആശയങ്ങളെയും നവോത്ഥാനവും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യലിസ്റ്റ് മനോഭാവവും ഇതെല്ലാം രൂപപ്പെടുത്തിയ എല്ലാ ബിംബങ്ങളെയും തകർക്കുക എന്ന ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയാണ് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം RSS രാജ്യവ്യാപകമായി നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ത്രിപുരയിൽ അഗർത്തലക്കടുത്ത് ബലോനിയയിൽ ലെനിൻ്റെ പ്രതിമ തകർത്തു. ത്രിപുരയിൽ തന്നെ സബ്രൂമിയിൽ ലെനിൻ്റെ പ്രതിമ തകർത്തു. അംബേദ്കറുടെ പ്രതിമ തകർക്കുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ പെരിയരുടെ പ്രതിമ തകർക്കുന്നു. ഈ പ്രതിമകൾക്കെതിരായിട്ടുള്ള ആക്രമണം ചരിത്രത്തോടുള്ള, നമ്മുടെ സംസ്കാരത്തോടുള്ള, ഇന്ത്യ എന്ന സങ്കല്പത്തെ തന്നെ രൂപപ്പെടുത്തിയ സാമൂഹ്യ ആശയങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. അത് RSSന്റെ പ്രത്യയശാസ്ത്ര അജണ്ടയനുസരിച്ചിട്ടുള്ള സംസ്കാരത്തെയും ചരിത്രത്തെയും ഒക്കെ തന്നെ അപമാനിക്കുന്ന, തകർക്കുന്ന വിധ്വംസകമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഹിന്ദുരാഷ്ട്രമാക്കി നമ്മുടെ രാജ്യത്തെ പരിവർത്തനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഹിന്ദുരാഷ്ട്ര അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്നതിൻ്റെ പേരിലാണ് തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഭാരതീയതെന്ന് പറയുന്ന ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ, ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വത്തെ, അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ പൗരാണിക ദർശനങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യുന്നു എന്ന കുറ്റം ചുമത്തിയാണ് കൽബുർഗിയെ പോലുള്ള ഒരു പണ്ഡിതനെ അവർ കൊലപ്പെടുത്തിയത്. ഡോക്ടർ ദാബോൾക്കറെ അവർ കൊലപ്പെടുത്തിയത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായി കിടക്കുന്ന യജ്ഞയാഗ സംസ്കാരങ്ങളെ വെല്ലുവിളിച്ച് ശാസ്ത്രപ്രഭാഷണങ്ങൾ നടത്തി എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ രാജ്യത്ത് ഹിന്ദുരാഷ്ട്രാഭിമാനത്തിന്റെ അടിസ്ഥാനമായ എല്ലാത്തിനെയും വിമർശിക്കുന്ന എല്ലാ ആളുകളെയും ഇല്ലാതാക്കും എന്നൊരു അജണ്ട കഴിഞ്ഞ 3.5 വർഷക്കാലമായി നടപ്പാക്കുകയാണ്. തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് രാഷ്ട്രീയ രംഗത്ത് ഇടപെടാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ആ കാര്യത്തിൽ അവർക്ക് എന്താണ്? ഒരു ധാർമ്മികതയോ ഒരു തത്വദീക്ഷയില്ല. ത്രിപുരയിൽ തങ്ങൾ ഒരു കാലത്ത് ഇന്ത്യയെ അസ്ഥിരീകരിക്കുന്ന, ബാൾക്കനൈസ് ചെയ്യുന്ന സംഘടനകൾ, തീവ്രവാദി സംഘങ്ങൾ എന്ന് പറഞ്ഞ അതേ പ്രതിലോമ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ത്രിപുരയിൽ ഇടതുപക്ഷ ഭരണത്തെ അവർ തകർത്തിരിക്കുന്നത്. ഈ ഇടതുപക്ഷ ഭരണത്തെ തകർത്തതിന് ശേഷം ഇടതുപക്ഷ ഭരണം ത്രിപുരയിൽ പോയതിന്റെ കാരണങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ മറ്റു രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയത്ത് ഇടതുപക്ഷ ഭരണത്തെ തകർത്തതിന് ശേഷം
BJP അവിടുത്തെ ഗോത്ര വിഘടനവാദികളും ചേർന്നുകൊണ്ട് അവിടെ ഒരു ഹൂളിഗാൻ പ്രവർത്തനമാണ് നടത്തുന്നത്. ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ടിട്ട് 1600ഓളം വരുന്ന CPM പ്രവർത്തകരുടെ വീട് മാത്രമാണ് ആക്രമിച്ചത്. ശ്രീ സുരേഷ്, ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളി അല്ലെങ്കിൽ വാളോങ്ങുന്നു, യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ CPM-ന്റെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് അവിടെ തീരുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ഈ ആക്രമണങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം വരികയാണ്. അതായത് തമിഴ്നാട്ടിൽ പെരിയാറുടെ അവിടെ മീററ്റിൽ അംബേദ്കറുടെ പ്രതിമയ്ക്ക് നേരെ ഇന്ന് ആക്രമണമുണ്ടായി. അപ്പോൾ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഒരു പൊതു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് ദയനീയമായി ശ്രീ സുരേഷ്. അതായത് ഇതുവരെ പെരിയാർ എന്ത് നിലപാടെടുത്തു, തമിഴ്നാട് സംസ്കാരത്തിൽ എന്ത് സംഭാവന ചെയ്തു, ആർക്ക് വേണ്ടി നിലകൊണ്ടു, അംബേദ്കർ ആർക്ക് വേണ്ടി നിലകൊണ്ടു, ഇവരുടെയൊക്കെ തന്നെ സംഭാവനകൾക്ക് നേരെ, ആ ബിംബങ്ങൾക്ക് നേരെ, ആ ബിംബങ്ങളെ നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഇതിനൊരു പൊതു അജണ്ടയുണ്ട്, നേതൃത്വത്തിന്റെ മൗനസമ്മതമുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. സുരേഷ്, എങ്ങനെ ന്യായീകരിക്കും? ഏത് ഭാഷയിൽ നിങ്ങൾ ഇതിനോട് പ്രതികരിക്കും? സുരേഷ്, ശ്രീ TP കുഞ്ഞിക്കണ്ണൻ വളരെ ബുദ്ധിപൂർവം വിദേശിയായിട്ടുള്ള റഷ്യയ്ക്ക് പോലും വേണ്ടാത്ത ഒരു പ്രതിമ ത്രിപുരയിൽ വലിച്ചെറിഞ്ഞതിനെക്കുറിച്ച് പറയുന്നതിന് പകരം അത് അംബേദ്കറേയും അതോടൊപ്പം തന്നെ പെരിയോറേയും അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെ അങ്ങേയറ്റത്തെ ഒരു നിലവാരം കുറഞ്ഞ ഒരു ഉപമയാണ്, ഒരു ബന്ധപ്പെടുത്തലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അംബേദ്കറുടെ പ്രതിമ ഉത്തർപ്രദേശിൽ തകർത്തത് ഇതുമായി ഒരു ബന്ധവുമില്ല. 3-ാം തീയതിയാണ് നടന്നത്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. 3-ാം തീയതി നടന്ന വിഷയത്തിൽ ഇന്ന് 7-ാം തീയതി ഇതിനെക്കുറിച്ച് ഇന്നലെ നടന്ന ഒരാക്രമണമല്ല ശ്രീ സുരേഷ്, അതായത് 1-2 ആക്രമണങ്ങൾ ഇന്ന് ഏറ്റവും ഒടുവിലായി ദേശീയ മാധ്യമങ്ങളടക്കം ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആരാണ് അതിന്റെ പിന്നിലെന്ന് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഈ ഡേറ്റ് താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി ഒരു ഡേറ്റിന്റെ സാങ്കേതികത്വം വിടുന്നു. ഇതിന്റെ പിന്നിലെന്താണ് ആരാണ് ചെയ്തത്? ത്രിപുരയിൽ 25 വർഷത്തെ അടിമത്വം നൽകിയ ലോകം കണ്ട ഏറ്റവും വലിയ കൊലയാളി നേതാവായ ലെനിന്റെ പ്രതിമ ആ ത്രിപുരയിൽ കമ്മ്യൂണിസം അനുഭവിച്ചറിഞ്ഞ നാട്ടിലെ ജനത എടുത്ത് ദൂരേക്കെറിഞ്ഞത് പോലെ റഷ്യയിൽ പണ്ട് ലെനിൻ ജനിച്ച റഷ്യയിൽ ഗ്ലാസ്നോസിസും പെരിസ്ട്രോയിക്കും നടപ്പാക്കിയതിനു ശേഷം അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വലിച്ചു ദൂരേക്കെറിഞ്ഞതുപോലെ അവിടെ സംഭവിച്ചു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന എല്ലാ സ്ഥലത്തും ആ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ചെയ്തത് ആ കമ്മ്യൂണിസത്തിൻ്റെ പ്രതീകങ്ങളായി ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും പോലെയുള്ള കൊലയാളികളുടെ പ്രതിമ എടുത്ത് ദൂരെ എറിയുക. അതവിടെ സംഭവിച്ചു. ആ സംഭവിച്ചതിന് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ തന്നെ ഒരു പക്ഷേ ചെയ്തികളെ നിങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങളുടെ രീതിയിലാണ്. നിങ്ങൾ അല്ല ഒരു വിചാരധാരയിൽ നിങ്ങൾ പറഞ്ഞ അതായത് നാസിസത്തിന്റെ ഫാസിസത്തിന്റെ രീതി ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് ഒരു പക്ഷേ സുരേഷ് പറയാതെ പറയുക. കൊലയാളി പ്രത്യയശാസ്ത്രത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള ലെനിന്റെ പ്രതിമ തൂത്തെറിഞ്ഞതിന് ഈ നാട് മുഴുവൻ അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അതിനെ അംബേദ്കറുമായിട്ടും അതോടൊപ്പം പെരിയാറും അംബേദ്കറും ഈ പറയുന്ന എടുത്ത ആളിനെ പിടിച്ചു CPI കാരണ്ട കമ്മ്യൂണിസ്റ്റ്. എന്താണ് വേണമെങ്കിൽ ആ ചർച്ചയിലേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി രാജയുടെ പോസ്റ്റ് ഉണ്ട്. ഇന്ന് BJP-യുടെ ഓഫീസ് അവിടെ അതിനുശേഷം BJP-യുടെ ഓഫീസിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. അതായത് BJP-ക്കാരാണ് ഇതിന് പിന്നിൽ നിന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി തമിഴ് വികാരമുള്ള തമിഴ് ജനത വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സുരേഷ് കണ്ണുകൾ കള്ളം പറയില്ല, ദൃശ്യങ്ങൾ കളവ് പറയില്ല. അതല്ല, ഇതാണ് വൈരുദ്ധ്യം. ഒരു പക്ഷേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വൈരുദ്ധ്യം സത്യത്തെ വളച്ചൊടിക്കരുത് സുരേഷ്. നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം കൊണ്ട് തമിഴ്നാട് ഭരിക്കുന്ന BJP അല്ലല്ലോ, തമിഴ്നാട് ഭരിക്കുന്ന BJP അല്ലല്ലോ. അവിടെ പിടിക്കപ്പെട്ടിരിക്കുന്ന നേതാവ് CPI ആണെന്ന് അവിടുത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നല്ലോ. CPI-യുടെ ഒരു പ്രവർത്തകൻ പിടിക്കപ്പെട്ടിരിക്കുന്നല്ലോ പെരിയാറിന്റെ പ്രതിമ ആക്രമിച്ചതിന്റെ പേരിൽ.
ലെനിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അഡ്മിനെയും പുറത്താക്കി. അദ്ദേഹം മാപ്പും പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലപ്പുറം ആരാ മാപ്പ് പറയേണ്ടത്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അഡ്മിനെ പുറത്താക്കി. അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. അങ്ങനെയുള്ളൊരു തെറ്റ് പറ്റിപ്പോയതിൽ അദ്ദേഹം മാപ്പ് പറയുന്നല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മാപ്പ് പറയാനുള്ള വിശാല മനസ്കതയും ഞങ്ങൾക്കുണ്ടല്ലോ. അങ്ങനെ ഒരു തെറ്റ് മറ്റൊന്ന് ശ്രീ പ്രജീഷ്, മറ്റൊന്നുകൂടി കാണണം. ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇപ്പൊ അംബേദ്കറെ കണക്ട് ചെയ്തല്ലോ. കഴിഞ്ഞ ദിവസം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ശ്രീലങ്കയിൽ നടന്ന പള്ളി മറിച്ചിടുന്ന എടുത്തിട്ട് തീ കത്തിക്കുന്ന എടുത്തിട്ട് ത്രിപുരയിൽ നടന്നു എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? അത് കൊടുത്തില്ലേ? അത് പുറത്തു വന്നിട്ടില്ലേ? ഇങ്ങനെയൊക്കെ എന്തൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്? രാജീവ് ഗാന്ധിയുടെ പ്രതിമയാണ് ത്രിപുരയിൽ ആദ്യം തകർക്കുന്നത്. അതിന്റെ യഥാർത്ഥ ഫോട്ടോ ഉണ്ട്. അതായത് അതവിടെ തെലങ്കാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അവിടെ നടന്ന ആക്രമണത്തിന്റെ ഫോട്ടോയാണെന്ന് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ, ഹിന്ദു അടക്കം നിരവധി മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. ശ്രീ സുരേഷ്, ഇതൊക്കെ അതിലേക്ക് വരാം. അതിന്റെ യഥാർത്ഥ ഫോട്ടോയുണ്ട്, അതിന്റെ യഥാർത്ഥ ചിത്രമുണ്ട്. എന്താണ് അവിടെ 2008 സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ട് യാതൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അവിടെ. അതിന്റെ ദൃശ്യങ്ങളടക്കം വേണമെങ്കിൽ താങ്കൾക്കും പരിശോധിക്കാം. താങ്കളുടെ നെറ്റിലടക്കം ഒരു പക്ഷേ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ, പരിശോധിക്കാം അവിടുത്തെ ഫോട്ടോ. എന്തായാലും ഞാൻ അങ്ങയിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു നിർത്തി. ശ്രീ ഹസനുൽ ബന്ന, അതായത് ഈ പെരിയാറുടെ വിഷയത്തിലും അംബേദ്കറുടെ കാര്യത്തിലും ഇവിടെ സുരേഷ് പറഞ്ഞത് ഒരു ഡേറ്റിന്റെ സാങ്കേതികത്വം, പക്ഷേ അതിന്റെ ചെയ്തികൾ സംബന്ധിച്ച് പ്രായോഗിക തലത്തിൽ പ്രയോക്താക്കൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അതിലേക്ക് കടക്കുന്നില്ല. ഇതൊരു പൊതു സ്വഭാവം, ഞാൻ സൂചിപ്പിച്ചതുപോലെ ത്രിപുരയിൽ കണ്ട ആക്രമണങ്ങൾക്ക് വ്യാപ്തി വർദ്ധിക്കുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരുമ്പോൾ ഇതൊരു ഒരു പൊതു സ്വഭാവം ഈ ആക്രമണങ്ങൾക്കൊക്കെ വരുന്നുണ്ടോ? അതോ സുരേഷ് പറയുന്നത് പോലെ ആണോ കാര്യങ്ങൾ? താങ്കൾ എങ്ങനെയാണ്? താങ്കൾ മാധ്യമപ്രവർത്തനം കൂടിയാണല്ലോ. ത്രിപുരയിൽ ഈ ലെനിൻ്റെ പ്രതിമ തകർക്കപ്പെട്ട ശേഷം ശരാശരി BJP പ്രവർത്തകരിൽ അല്ലെങ്കിൽ RSS പ്രവർത്തകരിൽ അതുണ്ടാക്കിയ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് ശരിക്ക് ഇപ്പോൾ ഈ ചർച്ചയിലും കേൾക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ത്രിപുരയിലെ ആ സംഭവത്തിന് ശേഷം H. രാജ വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിൽ അറിയാതെ രാജയുടെ ഉള്ളിൽ നിന്നാണ് ആ വികാരം വരുന്നത്. അതായത് BJPയും RSSും സവർണ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക രൂപവുമാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു H. രാജയുടെ പോസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലെനിനെയും കമ്മ്യൂണിസ്റ്റുകളെയും പറഞ്ഞതിന് ശേഷം നേർക്കുനേരെ അദ്ദേഹം തമിഴ്നാട്ടിലെ പെരിയാറിലേക്ക് പോവുകയും പെരിയാർ സവർണ ഹിന്ദുത്വത്തെ എതിർത്തതിൻ്റെ പക മുഴുവൻ തീർത്ത് ഇന്ന് ലെനിനാണെങ്കിൽ നാളെ പെരിയാറാണെന്ന് പറയുകയുമാണ് ചെയ്തത്. അങ്ങനെ രാജ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ്, ആ സ്പിരിറ്റ് ഈ ചർച്ചയിൽ പോലും ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിൻ്റെ അലയൊലി കേൾക്കുന്നതായിട്ട് തോന്നുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും അമിത്ഷാ അടക്കം പറഞ്ഞ വികാരത്തിൻ്റെ ലെനിൻ്റെ പ്രതിമ തകർത്തത് തെറ്റാണെന്നും അവരുടെ പ്രതികളെ പിടികൂടുമെന്നും പാർട്ടി പ്രവർത്തകർ അതിന് ഉത്തരവാദികളാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറയുക മാത്രമല്ല, പെരിയാറിൻ്റെ പ്രതിമ തകർത്തതിന് മുത്തുരാമൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ BJP പ്രവർത്തകനെ പുറത്താക്കുകയും ചെയ്തു. ഈ അക്രമത്തിൽ പങ്കാളിയായ അക്രമത്തിൽ പങ്കാളിയായ CPI-കാരൻ ഫ്രാൻസിസ് ഇദ്ദേഹത്തിന്റെ ബന്ധുവാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അപ്പോൾ ഈ പറയുന്ന BJP പ്രവർത്തകന്റെ ബന്ധുവിനെ കൂട്ടി BJP പ്രവർത്തകൻ ഇത് ചെയ്തതിൻ്റെ കാഠിന്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അമിത്ഷാ തമിഴ്നാട് നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുത്തുരാമനെ BJP പുറത്താക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ത്രിപുരയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിൽ നടന്ന ലെനിൻ്റെ പ്രതിമ തകർക്കലിനെ ഒരു ആവേശത്തോടു കൂടി ഉൾക്കൊണ്ട് ഇതാ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിതമായിരിക്കുന്നു എന്ന ഒരു വികാരത്തിലാണ് രാജയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. എന്നിട്ട് ഇന്ന് 11:30 മണിക്ക് രാജ തമിഴ്നാട് ഹൗസിൽ വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ഈ പോസ്റ്റ് പിൻവലിച്ചിട്ട് എന്ത് ബാലിശമായ വാദമാണ്. ഞാനും പ്രജീഷും ബാക്കി എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മളാരെങ്കിലും ശമ്പളത്തിന് ഫേസ്ബുക്കിൽ അഡ്മിനെ വെച്ചിട്ട് ആരും ഇത് ചെയ്യാറില്ല. ഇത് ഒരു ഗ്രൂപ്പൊന്നുമല്ലല്ലോ.
ആണ് തെറ്റുകാരൻ എന്ന് പറയാൻ. രാജയുടെ ഒരു ഗ്രൂപ്പായിരുന്നെങ്കിൽ ഫേസ്ബുക്ക് അഡ്മിനെ നമ്മൾക്ക് അതിൽ കുറ്റം പറയാമായിരുന്നു. പക്ഷെ വളരെ ബാലിശമായി ഫേസ്ബുക്ക് അഡ്മിനെ അദ്ദേഹം പഴിചാരി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ പ്രതിപക്ഷം ചോദിച്ച ചോദ്യം, കോൺഗ്രസിൻ്റെ ഖുഷ്ബു ആവട്ടെ, കമലഹാസൻ ആവട്ടെ, DMK ആവട്ടെ, ഇപ്പോൾ BJP നേതാക്കളോട് ചോദിക്കുന്ന ചോദ്യം, മുത്തുരാമനെ പുറത്താക്കിയ നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് ആഹ്വാനം നടത്തിയ H. രാജയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? തീർച്ചയായും ഒരു സുപ്രധാന ചോദ്യം തന്നെയാണ് ശ്രീ സുരേഷ്. രണ്ടു മൂന്ന് സാങ്കേതികത്വത്തിൽ വെച്ച് അല്ലെങ്കിൽ തള്ളിക്കളയാനും കഴിയില്ല അഡ്മിനെ പുറത്താക്കി. ഞാൻ ശ്രീ അഡ്വക്കേറ്റ് BRM ഷഫീർ, അതായത് കോൺഗ്രസ് ഇക്കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ത്രിപുരയിൽ തുടങ്ങിയ ആ ഒരു തീക്കളി, ആ തീക്കളിക്ക് അവിടെ തീ പടർത്തുന്നു, അത് വ്യാപിക്കുന്നു, അതിനൊരു ഒരു സ്വഭാവം വരുന്നു, അത് എവിടേക്ക് എത്തുന്നു, ആരെയൊക്കെ ഉന്നം വയ്ക്കുന്നു, അതിനൊരു പൊതു സ്വഭാവമുണ്ട്. അപ്പോൾ ഇതിന് നേതൃത്വത്തിന്റെ അറിവുണ്ടോ ശ്രീ ഷഫീർ ഇക്കാര്യത്തിൽ? യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ശക്തികളുടെ ദൗർബല്യങ്ങളെ എത്രമാത്രം തന്നെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് വെർഷനുണ്ട്. ഒന്ന്, നിങ്ങൾ ത്രിപുരയിൽ കഴിഞ്ഞ 25 കൊല്ലമായി നിങ്ങൾ വിതച്ചത് നിങ്ങളിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുക. വർഗ ഫാസിസത്തെ ഇപ്പോൾ വർഗീയ ഫാസിസം അടിച്ച് കാട്ടിൽ കയറ്റിയിരിക്കുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾക്ക് വേദനയുണ്ട്. ലെനിൻ്റെ പ്രതിമ തകർത്താലും രാജീവ് ഗാന്ധിയുടെ പ്രതിമ തകർത്താലും പെരിയോറിൻ്റെ തകർത്താലും അതിൽ ജനാധിപത്യത്തിൻ്റെ അംശമില്ല എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞങ്ങളുടെ 1300 കോൺഗ്രസ്സുകാരെയാണ്, അത് 3 യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരെയാണ് നിങ്ങൾ 25 കൊല്ലത്തിനിടയിൽ കൊന്നത്. നിങ്ങളിപ്പോൾ ഇതിനെ നിങ്ങൾ അപലപിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ല. ഞങ്ങളുടെ വോട്ടും പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെറുതെ ശതമാന കണക്ക് വെച്ച് ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ വോട്ടും കൂടെ പോയിട്ട് തന്നെയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ 5% പോയപ്പോൾ നിങ്ങളുടെ 20% ചോർന്നുള്ളത് കണക്ക് ഞങ്ങളിലുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ അധികാരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ബംഗാളിലായിരുന്നാലും ത്രിപുരയിലായിരുന്നാലും എവരും മറ്റു ചില പാർട്ടികളും കൂടി കൃത്യമായിട്ട് തന്നെ എതിരാളികളെ നിഷ്കാസനം ചെയ്യുന്ന നിഷ്കാസിത രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളായി മാറുന്നത് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ കേരളം ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്. ഇനി ഇവിടുത്തെ കാര്യം നോക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ പിന്നെ പാർട്ടി ഇന്നിപ്പോൾ CPM എല്ലാ കേന്ദ്രങ്ങളിലും ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം എടുത്തിട്ടുണ്ട്. അത് പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ പിന്നെ VT ബൽറാമിൻ്റെ ഓഫീസ് ആക്രമിച്ചു. നിങ്ങൾ തന്നെയാണല്ലോ ഇവിടുത്തെ BJPയുടെ ഈ ഇത്തരം ആക്രമണങ്ങളെ നിങ്ങൾ അപലപിക്കുന്നു. ഓക്കെ, ആദ്യത്തെ വാചകങ്ങൾ നിങ്ങൾ CPM-ന്റെ ഒക്കെ അവരുടെ അല്ലെങ്കിൽ ആക്രമണം, ഇത് ഞാൻ ചോദിച്ചില്ല. BJPയുടെ നിലപാടിനോട് നിങ്ങളുടെ എന്താണ്? BJPയോട് ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് BJP ആയിട്ട് കൂടിയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് BJPയുമായിട്ട് സമരസപ്പെട്ടിട്ടുണ്ടോ? ത്രിപുരയിൽ സംഭവിച്ചെന്താണെന്നറിയോ? 25 കൊല്ലമായിട്ട് അടിക്കുന്നു, കൊല്ലുന്നു, ചവിട്ടിക്കൂട്ടുന്നു, ജനാധിപത്യം ധ്വംസനം നടത്തുന്നു. അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഇവരുടെ കൊലപാതകത്തെ ചെറുക്കാൻ കഴിയില്ല എന്ന് RSS പ്രചരണം നടത്തുമ്പോൾ ഞങ്ങളുടെ വോട്ട് ബാങ്കുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യപ്പെടുകയാണ്. അവിടെ ആക്രമണങ്ങൾ നടത്തിയാൽ അവർക്കൊപ്പം പോവുക, അത് MLA കോൺഗ്രസ് പ്രതിരോധത്തിന്റെ യാതൊരു മാർഗം നിങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് അവിടെ ഇക്കാലം അത്രയും അങ്ങനെ BJP-ക്കാർ ശ്രീ ഷഫീർ, ഞാൻ ചോദിക്കുന്നതല്ല, അവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങളെ കായികമായി നേരിടുന്നു, എന്നാ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് BJP-യിലേക്ക് അല്ലെങ്കിൽ അഭയം തേടാം എന്ന നിലയിലേക്കാണെങ്കിൽ ഞാൻ മടങ്ങിയെത്താം. ശ്രീ കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ പറയുന്നതിന് മുമ്പ് സാധാരണ പ്രവർത്തകർക്ക് ജീവിക്കണം. അവർക്ക് കോൺഗ്രസിലൂടെ നിന്ന് കഴിഞ്ഞാൽ അവരെ കായികമായി നേരിടാനും ശക്തമായി തിരിച്ചടിക്കാനും കഴിയില്ല എന്നൊരു ബോധം വന്നു പോയാൽ അവർ മറ്റു പാർട്ടികൾ ആശ്രയിക്കുന്ന മാനസിക ശാസ്ത്രപരമായ വ്യതിയാനമാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതായത് കോൺഗ്രസ് പഠിപ്പിച്ച ആ പാഠം അല്ലെങ്കിൽ അതിലേക്ക് വഴുതി വിരട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നേതാക്കൾ, അതായത് കോൺഗ്രസിന് നേരെ ആക്രമണം അയച്ചു പാളയത്തിൽ എത്തിച്ചതുപോലെ നിങ്ങളെയും ആ പാളയത്തിലേക്ക് എത്തിക്കാം, നിങ്ങളുടെ പ്രവർത്തകരെയും അഭയം തേടി ഒരു പക്ഷേ സംഘപരിവാറിന്റെ കീഴിലേക്ക് പോയേക്കാം എന്നതാണോ? അതോ ഒരു എന്ത് രാഷ്ട്രീയമായിരിക്കാം? സുരേഷ് നേരത്തെ നിരത്തിയ വാചകങ്ങൾ അങ്ങ് കേട്ട് കാണും, ന്യായീകരണങ്ങൾ കേട്ട് കാണും. തമിഴ്നാട്ടിലടക്കം ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങൾ, അഡ്മിനെ പുറത്താക്കി, രാജ മാപ്പ് പറഞ്ഞു, ഇതൊക്കെ കേട്ട് കാണും. ഇതുകൂടി ചേർത്ത് വെച്ച് എന്തായിരിക്കാം ഈ ഒരു ഉന്മൂലന രാഷ്ട്രീയത്തിന് പിന്നിലുള്ളത് ശ്രീ കുഞ്ഞിക്കണ്ണൻ? സുരേഷ് പ്രതിനിധീകരിക്കുന്ന RSS-നെയാണ്. അദ്ദേഹം അതിൻ്റെ രാഷ്ട്രീയമുഖമായ BJP-യുടെ പ്രതിനിധിയിട്ടാണ് ഈ ചർച്ചയിൽ വരുന്നത്. സുരേഷിൻ്റെ RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആഭ്യന്തര ഭീഷണിയും അനഭിമത സമൂഹമായിട്ടാണ് അത് കാണുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ജർമ്മൻ മാതൃക സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഗോൾവാൾക്കറുടെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരനുയായിയാണ് സുരേഷ്.
ലെനിനെക്കുറിച്ച് സുരേഷ് ഇവിടെ അവതരിപ്പിച്ചല്ലോ. ലെനിൻ ഭയങ്കര എവിടെയുള്ള കണക്കാണ്? ലെനിനെക്കുറിച്ച് അങ്ങനെ ഒരു സാർവദേശീയ സമൂഹം ഒരു കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള അക്രമങ്ങളുടെയോ കൂട്ടക്കൊലയുടെയോ ഒരാളായിട്ടില്ല. ലെനിനെ കൂട്ടക്കൊലയുടെ അക്രമികളുടെ ആളായിട്ട് വിശേഷിപ്പിച്ചത് ആരാണെന്നറിയോ? കാർണഗി, അതേപോലെ തന്നെ റോക്ക്ഫെല്ലർ തുടങ്ങിയിട്ടുള്ള ആഗോള ചിലന്തികളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അമേരിക്കൻ കോർപ്പറേറ്റ് മുതലാളിമാരാണ്. ആ കോർപ്പറേറ്റ് മുതലാളിമാരാണ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ലെനിൻ്റെ ദേശാൽക്കരണ നടപടിയുടെ ഉഷ്ണബാധയേറ്റ് സോവിയറ്റ് യൂണിയനിൽ പഴയ റഷ്യയിലെ തങ്ങളുടെ എണ്ണപ്പാടങ്ങളും ഇരുമ്പുരുക്ക് ഖനികളും സ്റ്റീൽ ഫാക്ടറികളുമൊക്കെ വിട്ട് അമേരിക്കയിലേക്ക് ഓടിപ്പോയി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസനെ കണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും ലെനിനെയും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കണം, ഇവർ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വന്നാൽ വളരെ അപകടകരമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ കൗണ്ടർ ഇന്റലിജൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലോകമെമ്പാട് രൂപം കൊണ്ട മതരാഷ്ട്ര സംഘടനകളിൽ, പ്രത്യേകിച്ച് വർഗീയ മതരാഷ്ട്രവാദം ഉയർന്ന സംഘടനകളിൽ ഒരു സംഘടനയാണ് മിസ്റ്റർ സുരേഷ് പ്രതിനിധീകരിക്കുന്ന RSS. ആ RSSന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയാണ്. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യുക. ഈ സംഭവത്തിന് ശേഷം എന്താണ്, ത്രിപുരയിലെ വിജയത്തിന് ശേഷം, ത്രിപുരയിലെ അക്രമ സംഭവങ്ങൾക്ക് ശേഷം തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വിദേശ പ്രതിനിധിയുടെ, നയതന്ത്രജ്ഞന്റെ സന്ദേശം എനിക്ക് വന്നു എന്ന് സുരേഷിന്റെ നേതാവായിട്ടുള്ള മിസ്റ്റർ രാം മാധവ് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ പരസ്യമായി സമ്മതിച്ചതാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യണം, വകവരുത്തണം, കുഴിച്ചു മൂടണം, കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തിന് ആവശ്യമില്ല എന്ന് തന്നെ സന്ദേശം വഴി അറിയിച്ച ഈ വിദേശ നയതന്ത്ര പ്രതിനിധി ആരാ? നയതന്ത്ര പ്രതിനിധി സുരേഷ്, അമേരിക്കൻ അംബാസഡർ അല്ലാതെ ആരെയാണ്? ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ഈ ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ അമേരിക്ക നടത്തിയിട്ടുള്ള അട്ടിമറികളും കൂട്ടക്കൊലകളും നമുക്കറിയാം. വിയറ്റ്നാമിലെ കൂട്ടക്കൊലക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ഗോൾവാൾക്കർ 1970 അന്നത്തെ പാർലമെന്റിലെ ജനസംഘം അംഗമായിരുന്ന വാജ്പേയി വഴി കൊടുത്തയച്ച കത്ത് ഈ രാജ്യം നിങ്ങളുടെ രാജ്യദ്രോഹ സമീപനം, നിങ്ങളുടെ സാമ്രാജ്യത്വ അനുകൂല സമീപനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സുരേഷിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും റാഡിക്കലായി ചിന്തിക്കുന്ന, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന, നവോത്ഥാനത്തിന്റെ സർവ്വധാരകളെ ഇല്ലാതാക്കി ആര് ചെയ്തു എന്നുള്ള കാര്യത്തിലല്ല ചോദ്യം. കാരണം അത് നേതാക്കൾ അംഗീകരിച്ചു. റാം മാധവ് ഫേസ്ബുക്കിലൂടെ അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തിനു ചെയ്തു? പെരിയാറുടെ കാര്യത്തിലായാലും ഒപ്പം അംബേദ്കറുടെ കാര്യത്തിൽ കൂടി അതുകൂടി ചേർത്ത് വയ്ക്കണം. ലെനിലേക്ക് മാത്രം അങ്ങ് കൗശലമായി കൊണ്ടുപോയി ചർച്ച ഒരുപക്ഷെ അവസാനിപ്പിക്കരുത്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ സുരേഷിലേക്ക് തന്നെ മടങ്ങിയത്. ശ്രീ സുരേഷ്, മറുപടി. TP കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിനോടൊപ്പം മാർക്സിസത്തെ വിലയിരുത്താൻ തക്ക പാണ്ഡിത്യമൊന്നും കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് എനിക്കില്ല. പക്ഷേ ശ്രീ TP കുഞ്ഞിക്കണ്ണൻ അങ്ങയോട് ബഹുമാനപൂർവ്വം തന്നെ പറയുന്നു, ലെനിൻ ഒരു കൊലയാളിയായിരുന്നുവെന്ന്, സ്റ്റാലിൻ കൊലയാളിയായിരുന്നുവെന്ന് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് സ്റ്റാലിനും ലെനിനും ശേഷം റഷ്യയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ക്രൂഷ്ചേവും ഗ്ലാസ്നോസിസും പെരിസ്ട്രോയിക്കൊക്കെ നടത്തിയ ഗോർബേച്ചവിൻ്റെ കാലഘട്ടത്തിലാണ് ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. കോടിക്കണക്കിന് ആൾക്കാരെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇരുമ്പ് മറയ്ക്കകത്തിട്ട് അരിഞ്ഞ് തള്ളിയത്. അതാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ ലോകത്തെ ജനതയെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നിട്ടുള്ളത് ലെനിനും സ്റ്റാലിനുമാണ്. ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും പുറകിൽ മാത്രമേ നിങ്ങൾ നേരത്തെ പറയുന്ന നാസികൾക്കും ഫാസിസ്റ്റുകൾക്കൊക്കെ സ്ഥാനമുള്ളൂ. അത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ ലോകം മുഴുവൻ ഒരു ജയിലറയാക്കി മാറ്റാൻ വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പരക്കം പാച്ചിലിന്, കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു പരിധിവരെ തടഞ്ഞത് ഈ ലോകത്ത് എതിർക്കപ്പെടേണ്ട അമേരിക്കൻ മുതലാളിത്തം തന്നെയാണ്. അമേരിക്കൻ മുതലാളിത്തം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ലോകം മുഴുവൻ ത്രിപുരയാക്കി കളഞ്ഞേനെ, നിങ്ങൾ ലോകം മുഴുവൻ ബംഗാളാക്കി കളഞ്ഞേനെ. അങ്ങനെ നിങ്ങളെ കൊണ്ട് ലോകം മുഴുവൻ ത്രിപുരയും ബംഗാളും ആക്കാൻ അനുവദിക്കാത്തത് കുറേ സാമ്രാജ്യത്വ ശക്തികളാണ്. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒരേ സമയത്ത് സാമ്രാജ്യത്വത്തിനും കമ്മ്യൂണിസത്തിനും എതിരാണ്. അങ്ങനെയുള്ളൊരു പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് ഇന്ന് ഞങ്ങൾ വിജയകരമായിട്ട് ഇന്ത്യയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേഷ്, ആ പ്രത്യയശാസ്ത്രത്തിന്റെ പരിധിയിൽ അംബേദ്കറും ആ നിങ്ങൾ ഉയർത്തുന്ന ആ പ്രത്യയശാസ്ത്രത്തിന്റെ ശത്രുക്കളായി, ശത്രുമുഖത്ത് എന്തേ അംബേദ്കറും ഈ പറയുന്ന പെരിയാറുടെ നിലപാടുകളും ഒക്കെ തന്നെ വരുന്നത്? അവിടെ അതെന്തുകൊണ്ട് വരുന്നു എന്ന ചോദ്യമുണ്ടല്ലോ. അതാണ് രാജ എന്തുകൊണ്ട് അങ്ങനെ എഴുതി? രാജ എന്തുകൊണ്ട് കൈപ്പിഴവല്ല? ശ്രീ സുരേഷ്, നിങ്ങളുടെ ആ യുദ്ധമുഖത്ത്, ആ എതിർമുഖത്ത് എന്തുകൊണ്ട് അംബേദ്കർ വരുന്നു,
അംബേദ്കർ പ്രതിദാനം ചെയ്യുന്ന സംവിധാനങ്ങൾ വരുന്നു? അതിനു കൂടി മറുപടി പറഞ്ഞു പോകണം ശ്രീ സുരേഷ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഏകാത്മ മാനവ ദർശനമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. നേരത്തെ ശ്രീ ടി.പി. കുഞ്ഞിക്കണ്ണൻ അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ വർഗീയവാദി. ഇതൊക്കെ പഴയ തേഞ്ഞുപോയ വാക്കുകളാണ്. ഞങ്ങൾ വർഗീയവാദികളായ ഞങ്ങളാണ് കാശ്മീർ ഭരിക്കുന്നത്, വർഗീയവാദികളായ ഞങ്ങളാണ് ഗോവ ഭരിക്കുന്നത്, വർഗീയവാദികളായ ഞങ്ങളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത്, വർഗീയവാദികളായിട്ടുള്ള ഞങ്ങളാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ എല്ലാ MLA-മാരും വർഗീയവാദികളായ ഞങ്ങളാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ ബ്രാഹ്മണൻ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട് സവർണ ഫാസിസ്റ്റുകൾ. ഏത് സവർണോ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടികവർഗ ത്രിപുരയിൽ ജയിച്ച ഞങ്ങൾക്ക് വോട്ട് തന്നാരാ? അവിടുത്തെ നിങ്ങൾ 25 വർഷമായിട്ട് പീഡിപ്പിച്ചിട്ടിരുന്ന അവിടുത്തെ ആദിവാസി സഹോദരന്മാരാണ് ഞങ്ങൾക്ക് വോട്ട് തന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ട്രൈബ്സ് MLA-മാരും MP-മാരും ആയ ചിഹ്നം ഏതാ? താമര ചിഹ്നം. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ MLA MP ആയതേതാ? താമര ചിഹ്നത്തിൽ. ഈ രാജ്യത്തെ ഭരണകൂടത്തിലിരിക്കുന്ന കൂടുതൽ ആൾക്കാർ, ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ? പട്ടികജാതിക്കാരൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആള്. ഇതാണ് ഞങ്ങളുടെ സംസ്കാരം. ഈ സംസ്കാരത്തെ യാതനകൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന 5 എണ്ണം മുന്നോട്ട് വെക്കുമ്പോൾ 500 യാതനകൾ മറുകണക്കായി വരുന്നുണ്ടല്ലോ ശ്രീ സുരേഷ്. നിങ്ങൾ രാംനാഥ് കോവിന്ദിനെ ഉയർത്തിക്കാട്ടുന്നു. ഓക്കെ, അതേത് സാഹചര്യത്തിലാണ്? അന്നത്തെ ഇന്ത്യൻ സാഹചര്യം. നിങ്ങളുടെ മുകളിലേക്ക് ആരോപണ ശരങ്ങൾ വന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ അല്ലല്ല ഉണ്ട് ആണോ ശ്രീ ഷഫീർ? അതാണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ ചർച്ച കാണുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെ എങ്ങനെ ചെറുക്കാം? ഞാൻ ഈ ചർച്ചയിൽ പറയാൻ പ്രധാനപ്പെട്ട കാരണം, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് തന്നെയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. എങ്ങനെയാണ്? ഈ വർഗീയ സംഘടനകളാണെന്ന് അവകാശപ്പെടുന്ന ഇവർ തന്നെ ഞങ്ങളാണെന്ന് പറയുന്ന ഇവരെ ജനാധിപത്യപരമായി, കാരണം മേഘാലയയിൽ പോലും അവരുടെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റക്കക്ഷിയായി ഞങ്ങൾ അവകാശവാദം ഉന്നയിച്ചിട്ട് പോലും ഞങ്ങൾക്ക് അവസരം തരാതെ ഒരു മുന്നണി ബന്ധം പോലും ഇല്ലാതിരുന്നവരെ തട്ടിക്കൂട്ട് മുന്നണിയെ വിളിച്ചുകൂട്ടി ഗവർണറെ സ്വാധീനിച്ചുകൊണ്ട് രാത്രി വെറും 156 MP-മാർ മാത്രം ഉണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, ഡോക്ടർ ശങ്കർദയാൽ ശർമ്മയും അതിനുശേഷം KR നാരായണനും ഒക്കെ ക്ഷണിച്ചത് നിങ്ങൾ ഒറ്റ കക്ഷിയെ വിളിക്കുക എന്ന് പറഞ്ഞ പ്രസിഡന്റാ. ഇവിടെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു വോട്ടെടുപ്പിന് മുമ്പുള്ള ഒരു അലയൻസുമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞങ്ങൾക്ക് മനസ്സിലാവും. വോട്ടെടുപ്പിന് മുമ്പുള്ള അലയൻസ്മെന്റ് മുമ്പിലെത്തി. ഇതങ്ങനെയല്ല. വോട്ടെടുപ്പിൽ ചിഹ്ന ഭിന്നമായി നിന്ന കക്ഷികളെ രാത്രി ഗ്രാമാനം പണാധിപത്യത്തിലൂടെയും അതുപോലുള്ള മറ്റു ചില കോർപ്പറേറ്റ് ശക്തികളെ വെച്ചുകൊണ്ട് കൂട്ടിയിണക്കുക. ഗവർണർ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ ഗവർണറാണ്, പശ്ചിമ ബംഗാളിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോഴത്തെ ത്രിപുര ഗവർണർ. മറ്റൊരു BJP-യുടെ ആചാര്യനായിരുന്നു ഇപ്പോഴത്തെ മേഘാലയ ഗവർണർ. രാത്രി ഗ്രാമാനം ഞങ്ങൾ കൊടുത്തല്ലോ. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ആരോപണം വന്നിട്ടില്ല. ഒരു മിനിറ്റ്, അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും കൂടി ഗവർണറുടെ മുമ്പിൽ നിരാഹാരം കിടന്നു 1996-ൽ. എന്തുകൊണ്ടാ? ജനാധിപത്യത്തെ ധ്വംസനം നടത്തുന്നു. നിങ്ങൾ ഗവർണർമാരെയും കോർപ്പറേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റകക്ഷിയായ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് കൊടുത്ത ആപ്ലിക്കേഷൻ ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ, ഫ്ലോറിനെ അപമാനിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ കൂട്ടും അവിയൽ മുന്നണി പിന്നീട് ഉണ്ടാക്കിയതിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ചതിയുണ്ടല്ലോ, നിങ്ങൾ മണിപ്പൂരിൽ ചെയ്ത ചതി, ഗോവയിൽ ചെയ്ത ചതി, ഇതിനെല്ലാം മറുപടി വരുന്നുണ്ട്. രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും കർണാടകയും എണ്ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗുജറാത്തിൽ 12 ജില്ലകളിൽ നിങ്ങളുടെ താമരയില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ താമരയില്ലേ? ഗുജറാത്തിൽ അമിത്ഷായുടെയും ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെയും 12 ജില്ലകളിൽ, 28 ജില്ല അവിടെ ഉള്ളത്, 12 ജില്ലകളിൽ താമര ചിഹ്നത്തിൽ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. ചേർത്തത് ഞങ്ങളാ. അങ്ങനെയൊന്നുമല്ല. ഞാൻ കണക്ക് വെക്കി. 28 ജില്ലകളിൽ 12 ജില്ലകൾ അമിത്ഷായുടെയും പിന്നെ നരേന്ദ്രമോദിയുടെ ജില്ലകളിൽ 12 ജില്ലകളിൽ താമരയില്ല. പല സംസ്ഥാനങ്ങളിലും UP-യിലടക്കം 5 ആയിട്ടില്ല, 3 ആയപ്പോഴേ ഭരണവിരുദ്ധ വികാരം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഫുൾ മാർക്ക് 72 കിട്ടാൻ പോകുന്നില്ല. UP തന്നെ 22 മാർക്ക് കിട്ടില്ല. അരുണാചൽ പ്രദേശിൽ നമ്മുടെ ഗവൺമെന്റ്
അതിന്റെ പിന്നെ 2/3 പരം വരുന്ന MLA-മാരെ രാത്രിക്ക് രാമാനം റിസോർട്ടിലേക്ക് മാറ്റിയിട്ട് അവർ അട്ടിമറിക്കുന്നു. അവിടെ സ്പീക്കർക്ക് ഞങ്ങൾ കത്ത് കൊടുത്തു. അതായത് ഗവർണറെ അടക്കം ഇവിടെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് റാം മാധവ് കൃത്യമായിട്ട് ഇന്നത്തെ ആ പത്രത്താളുകൾ ഇന്റർവ്യൂ കൊടുത്ത ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രത്താളുകളിലൂടെ അടക്കം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിലൊരു മുൻവിധിയുണ്ട്, കാര്യങ്ങൾ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അവിടെ എച്ച് രാജ ഒരുപക്ഷെ ക്ഷമ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോലും ഇക്കാര്യത്തിൽ തലയെടുക്കുന്നതിനെ, അതായത് പ്രതിമകൾ തച്ചുടയ്ക്കുന്നതിനെ പറ്റിയാണ് നടപടിക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കലാപത്തെ അക്രമത്തെക്കുറിച്ച് അദ്ദേഹം അപലപിക്കുന്നത് പോലുമില്ല. അപ്പോൾ ഇതിലൊരു വ്യക്തമായ നേതൃത്വത്തിന്റെ കൂടി ഒരു ഓപ്പറേഷൻ ഇക്കാര്യത്തിലുണ്ടോ? അതിനെ എങ്ങനെ നേരിടാമെന്നൊരു ചോദ്യം കൂടിയാണ് ഒരുപക്ഷെ ഷഫീർ അടക്കം ഉള്ള കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത്. അതിന് മറുപടി ഉണ്ടോ അങ്ങേക്ക്? അല്ല, ഇത് വളരെ ആസൂത്രിതമായ ഒരു ആക്രമണമാണ്. ഇപ്പം ലെനിൻ്റെ പ്രതിമ തകർക്കുന്നതും അംബേദ്കറുടെ പ്രതിമ തകർക്കുന്നതും അതേപോലെ തന്നെ രാജ്യത്തെമ്പാടുള്ള നവോത്ഥാന ധാരകൾക്കെതിരായിട്ട് വലിയ വെല്ലുവിളി ഉയർത്തുന്നതും ഈ കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനൊക്കെ എതിരായിട്ട് വെല്ലുവിളി ഉയർത്തുമ്പോൾ സുരേഷ് പറയുന്നത് ഞങ്ങൾ സാമ്പ്രായത്വത്തിനും കമ്മ്യൂണിസത്തിനും എതിരായിട്ട് ഒരേപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേട്ടക്കാരനോടൊപ്പം ഓടാനും ഇരയോടൊപ്പം ഓടാനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ വേട്ടക്കാരൻ്റെ കൂടെയാണ്, സാമ്പ്രായത്വത്തിൻ്റെ കൂടെയാണ്. നിങ്ങൾ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിനും പണിയെടുക്കുന്ന വർഗ്ഗങ്ങൾക്കും എതിരാണ്. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലകളാകെ തകർക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഏജൻസികൾ തന്നെ അനൗപചാരിക തൊഴിൽ മേഖലകൾ ഉൾപ്പെടെ ഭീകരമായ തൊഴിലില്ലായ്മയിലേക്ക്, കൂലിയില്ലായ്മയിലേക്ക് ജനങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ എത്തിച്ച 3.5 വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ എല്ലാ അബദ്ധങ്ങളും മറച്ചുവെച്ച് നിങ്ങൾ ത്രിപുരയിലെ പാവപ്പെട്ട ആളുകളെ പ്രലോഭിപ്പിച്ചു. അങ്ങനെ പ്രലോഭിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞ എന്താണ്? വലിയ രീതിയിൽ പണം, മാധ്യമ പ്രചരണം, ചാക്കിട്ട് പിടുത്തം. കോൺഗ്രസിൻ്റെ 36.5% വോട്ട് 1.6 ചുരുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ചാക്കിട്ട് പിടുത്താണ്. ചാക്കിട്ട് പിടുത്തം വെച്ചാൽ പണം മാത്രമല്ല, വേറെ രീതിയിൽ വിലക്കെടുക്കൽ മാത്രമല്ല. നമ്മൾ കണ്ട് പഴയ അമ്ര ബംഗാളി കാലത്ത് തീവ്രമായി ഉയർത്തിയ ബംഗാളി വംശീയ വികാരങ്ങൾ ഉണർത്തി. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബംഗാളി ബാബുമാരുടെ പാർട്ടിയാണ്. ആ ബംഗാളി ബാബുമാരെ എല്ലാം കൂട്ടത്തോടെ BJPയുടെ കൂടെ ചേർത്ത് വിശാലമായ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ, ആ ഹിന്ദുത്വ അജണ്ട എങ്ങനെയാണ്? മണി സർക്കാരിനെ പോലെ തെളിയിക്കപ്പെട്ട ഒരു മതനിരപേക്ഷ ജനാധിപത്യവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം ബംഗ്ലാദേശ് മുസ്ലിങ്ങൾക്കും ആദിവാസികൾക്കും വേണ്ടിയാണ് ഭരിച്ചത്. ബംഗാളികളുടെ ഒരു പ്രശ്നവും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ബംഗാളിലെ 70% വരുന്ന ത്രിപുരയിലെ 70% വരുന്ന ജനങ്ങൾക്കിടയിൽ തീവ്ര ക്ഷുദ്ര വികാരം ഉണർത്തുന്ന പ്രചരണമാണ് സുരേഷിന്റെ പാർട്ടി നടത്തിയത്. മണി സർക്കാരിനെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുന്നവരെയാണ് BJPയുടെ ഉത്തരവാദിത്തം. ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൂടെ? അത് ജനാധിപത്യ ത്രിപുരയല്ലേ, കമ്മ്യൂണിസ്റ്റ് ത്രിപുരയല്ലല്ലോ. ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണം നടത്തും, ഞങ്ങൾ വിജയിക്കും. അത് ഞങ്ങളുടെ കഴിവല്ലേ? അത് കമ്മ്യൂണിസ്റ്റ് ത്രിപുരയല്ല, ജനാധിപത്യ ഇന്ത്യയിലെ ത്രിപുരയാണ്. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും പ്രചരണം നടത്താനും നിങ്ങളെ ദാർശനികമായി ആക്രമിക്കാനും നിങ്ങളുടെ കഴിവുകേടുകൾ പറയാനും നിങ്ങൾ അവിടെ നടത്തിയ കൊലപാതകങ്ങൾ എണ്ണി പറയാനും നിങ്ങളുടെ മണിക് സർക്കാർ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയുടെ കണക്കുകൾ വിവരാവകാശ പ്രകാരം അവിടുത്തെ ജനങ്ങളെ എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഞങ്ങൾ സാധിച്ചു. അത് ഞങ്ങളുടെ കഴിവാണ്. അതിന് നിങ്ങൾ എന്തിനാ കുറ്റം പറയണത്? ഞങ്ങൾ പിന്നെന്താ, ഞങ്ങൾ വെറുതെ ഇരുന്നിട്ട് നിങ്ങൾ ഇനിയും കരുതണോ? പണം ഉപയോഗിച്ച് കോർപ്പറേറ്റുകളുടെ പിന്തുണ ഉപയോഗിച്ച് രാം മാധവനെ നിർത്തി ആപ്കോ വേൾഡ് വൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ പബ്ലിക് റിലേഷൻസ് കമ്പനിയുടെ പ്രൊജക്ട് അനുസരിച്ച്, മറ്റൊരിടത്ത് CIAയുടെ അജണ്ട അനുസരിച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഓപ്പറേഷൻ ഒരു കഴിവായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പർച്ചേസ് ചെയ്യുന്ന, പണം കൊടുത്ത് ചാക്കിട്ട് പിടിച്ച് വംശീയത ഉയർത്തി പർച്ചേസ് ചെയ്യുന്ന അപകടം പിടിച്ചൊരു പ്രവണതയായിട്ട് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ ഉയർത്തിയ അമർ ബംഗാളി വികാരം, BJP അവരുടെ അജണ്ട ബംഗാളി വികാരം ഉയർത്തിക്കൊണ്ടാണ്. അതേസമയത്ത് മറുപുറത്ത് നിങ്ങൾ ട്രൈബൽ മേഖലയിൽ പോയിട്ട് എന്താ പറഞ്ഞത്? ഈ മണിക് സർക്കാർ ബംഗാളിയാണ്, അദ്ദേഹം ആദിവാസികളുടെ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇരുതലയും കത്തിച്ചു പിടിച്ച് നടുക്ക് പിടിച്ച് 2 വംശീയ വർഗീയ വികാരങ്ങളെ ഉണർത്തി പണം മുടക്കി കോൺഗ്രസ് സംഘത്തെ കൂട്ടത്തോടെ വിലക്ക് വാങ്ങി. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ഒട്ടാകെ നിങ്ങൾ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്? ജനാധിപത്യത്തിൽ സൂക്ഷിക്കേണ്ട തത്വദീക്ഷകൾ, മൂല്യങ്ങൾ, ധാർമ്മിക രാഷ്ട്രീയത്തിലെ ധാർമ്മികത, ഇതെല്ലാം കൈവിട്ട് ശുദ്ധ പ്രയോജനവാദം, അതാണ് നിങ്ങൾ. ഞാൻ മടങ്ങിയെത്താം, സുരേഷിന് മടങ്ങിയെത്താം. അതായത് ശ്രീ ഹസനുൽ ബെൻ, അതായത് ലെനിന്റെയോ പെരിയാറുടെയോ പ്രതിമയല്ല തകർക്കേണ്ടത്. നിങ്ങൾ പോയി മനുവിന്റെ, അതായത് രാജസ്ഥാനിലെ കോടതിക്ക് മുന്നിൽ ഉള്ള ആ പ്രതിമ, മനുവിന്റെ പ്രതിമ തച്ചുടയ്ക്കൂ എന്ന് ജിഗ്നേഷ് മേവാനി
വെല്ലുവിളിക്കുകയാണ്. ഒരുപക്ഷെ ആ വെല്ലുവിളിക്ക് ഒരർത്ഥമുണ്ട്. അതൊരു യഥാർത്ഥ വെല്ലുവിളിയാണ്. അതിന് മറുപടി ഒരുപക്ഷെ BJPക്ക് നൽകാൻ കഴിയില്ല എന്ന ബോധത്തോടു കൂടി തന്നെ ആയിരിക്കും പറഞ്ഞത്. അതായത് ഇവിടെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചുവല്ലോ, ഞങ്ങളുടെ ഭരണകാലത്താണ് ദളിതന്റെയും ഒരുപക്ഷെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും താക്കോൽ സ്ഥാനങ്ങളിലെത്തിച്ച് ജനാധിപത്യ മര്യാദകൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു അടവ് നയം എന്ന രീതിയിലേക്കാണോ വ്യാഖ്യാനിക്കേണ്ടത്? എന്തെങ്കിലും ആത്മാർത്ഥത അങ്ങേക്ക് ഇന്ത്യ ഒട്ടായിട്ട് അങ്ങേക്ക് വായിക്കാൻ കഴിയും? പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങ് നേരിട്ട് താങ്കൾ പോയി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാണ്, ത്രിപുരയിലടക്കം പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ടോ? വ്യക്തമായ ഒരു പ്ലാനിങ്, കൃത്യമായും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏത് പ്ലാനിങ്ങും അവലംബിക്കാൻ കഴിയും. പക്ഷേ തത്വദീക്ഷ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് പോകുന്നുണ്ട്. അത് നേതൃത്വത്തിൻ്റെ കൂടി ഒരു ചാർട്ട് ഇക്കാര്യത്തിൽ അവർ കൂടി ചുക്കാൻ പിടിച്ചുകൊണ്ട് തന്നെയാണോ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വേട്ട എന്ന് നമ്മളൊക്കെ തന്നെ പറയുന്ന രീതിയിലേക്ക് ഒരു ആധികാരികമായ വിജയം, ഒരുപക്ഷെ ഊർജം അവിടെ നിന്നും ഉൾക്കൊള്ളാം എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ കൂടി BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് നേതൃത്വം തന്നെയാണോ ശ്രീ ഹസനുൽ ബന്ന? ഇത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായ വേട്ട എന്നതിലുപരി RSSന്റെയും സംഘപരിവാറിൻ്റെയും ശത്രുക്കൾ ഓരോന്നായി അവർ കണ്ടെത്തി അവർക്കെതിരെ നടക്കുന്ന വേട്ടയുടെ ഒരു ഭാഗം മാത്രമായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് ലെനിനെ ഉപമിച്ചതുപോലെ ലെനിനോട് തന്നെ പെരിയാറിനെയും ഉപമിക്കാൻ കഴിഞ്ഞത്. പെരിയാറിൻ്റെ പ്രതിമ തകർത്തതുപോലെ ഈ പറയുന്ന രാംനാഥ് കോവിന്ദിൻ്റെ ഒക്കെ തട്ടകമായ ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ, അതേ സംസ്ഥാനത്ത് നിന്ന് തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ദലിത് സ്വത്വത്തെ ഉയർത്തിക്കൊണ്ടുവന്ന, ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച BR അംബേദ്കറിൻ്റെ പ്രതിമ തകർക്കപ്പെട്ടത്. അപ്പോൾ ഈ പറയുന്ന നാം ഒരു പ്രാതിനിധ്യം പട്ടികജാതിക്കാർക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്ക് പ്രാതിനിധ്യം കൊടുത്ത് നിങ്ങൾ നടപ്പാക്കുന്ന പ്രത്യയശാസ്ത്രം ഏതിൻ്റേതാണ് എന്നിടത്താണ് ജിഗ്നേഷ് മേവാനി പിടികൂടിയത്. അതുകൊണ്ടാണ് മനുവിനെ കുറിച്ച് ജിഗ്നേഷ് മേവാനി പറഞ്ഞത്. മനുസ്മൃതി പലപ്പോഴും JNU സർവകലാശാലയിൽ കത്തിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദലിതുകളായ വിദ്യാർത്ഥി നേതാക്കളാണ് അത്തരം കത്തിക്കലുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ആ ഒരു ഭാഷയിലാണ് ഇന്ന് ഗുജറാത്തിലെ ദലിത് നേതാവായ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ഒരു പുതിയ ദലിത് പ്രതീക്ഷയായ മേവാനി പ്രതികരിക്കുന്നത്. അപ്പോൾ മേവാനിയും RSSും ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന സംവാദം, അതാണ് യഥാർത്ഥത്തിൽ പ്രത്യയശാസ്ത്രപരമായ സംവാദമായി പരിണമിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയമായ ആക്രമണമായി തെറ്റിദ്ധരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം രാഷ്ട്രീയമായി പാർട്ടി ഓഫീസുകൾ ആക്രമിക്കാം. പാർട്ടി ഓഫീസുകൾ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു പ്രതിമ തകർക്കപ്പെടുന്നു, അതിന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു. BJP നേതാക്കൾ തന്നെ അതിൽ ആകപ്പാടെ ആഹ്ലാദം ചിത്തരായിക്കൊണ്ട് അവർ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ഒരു യുദ്ധത്തിൻ്റെ ഒരു പുതിയ പോർമുഖം തുറന്ന രീതിയിൽ പ്രതികരിക്കുന്നു. ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് BJP പ്രവർത്തകർ പോലും പെരിയാറിൻ്റേതടക്കമുള്ള പ്രതിമകൾ തകർക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു മുന്നേറ്റത്തിന്, ഒരു യുദ്ധമുഖത്താണ് തങ്ങളെന്ന തരത്തിലുള്ള ഒരു വിജയാരവമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന 3 ഇടങ്ങളിൽ ഒരിക്കലും ബന്ധമില്ലാത്ത വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇപ്പുറത്ത് ഉത്തർപ്രദേശിലും ഈ പറയുന്ന ലെനിൻ്റെയും പെരിയാറിൻ്റെയും അംബേദ്കറിൻ്റെയും പ്രതിമകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJPയുടെ അധ്യക്ഷൻ അമിത്ഷാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനും ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത്. ഇപ്പോൾ ആ ഇടപെട്ട സമയം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൊൽക്കത്തയിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ, സംഘപരിവാറിൻ്റെ ആചാര്യനായ ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതാവായ മുഖർജിയുടെ ഈ പറയുന്ന അർദ്ധകായ പ്രതിമയ്ക്ക് കൂടി കേടുപറ്റിയ ഒരു ഘട്ടത്തിൽ, ഇതിന് തിരിച്ചടി ഉണ്ടാവുമെന്ന് തോന്നിയ ഘട്ടത്തിൽ, കോയമ്പത്തൂർ BJP ഓഫീസ് ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ, ഇത്തരം ഘട്ടങ്ങളിലാണ് ഇത് ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുകയും ഇത് ദലിതുകളും സവർണരും തമ്മിലുള്ള, സവർണ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറുകയും എന്ന് തോന്നിയ ഘട്ടത്തിലാണ് കൃത്യമായ BJP ഇടപെടൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങ് രാജസ്ഥാനിലെ മനുവിന്റെ പ്രതിമ നിങ്ങൾക്ക് തച്ചുടയ്ക്കാൻ ധൈര്യമുണ്ടോ എന്ന് ജിഗ്നേഷ് മേവാനി എന്ന നേതാവ്, ദളിത് നേതാവ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിന് മറുപടി ഉണ്ടോ ശ്രീ സുരേഷ്? അതായത് മനുവിന്റെ പ്രതിമ അത്
തച്ചുടയ്ക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അത് അച്ചുടയ്ക്കപ്പെടുമെന്ന ആ ഒരു വെല്ലുവിളിയിൽ അതിൽ നിങ്ങൾ വീണുപോകും, അല്ലെങ്കിൽ വാക്കുകളില്ല എന്ന് അതിനൊരു ആശയ സംവാദത്തിനുള്ള സ്പേസ് ഉണ്ട് എന്ന് ജിഗ്നേഷ് മേവാനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജിഗ്നേഷ് മേവാനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഈ ഭാരത സംസ്കാരത്തിൽ ഒരു കാലത്ത് മനുവിൻ്റെ കാലഘട്ടത്തിൽ അപ്പോഴത്തെ നിയമം മനുസ്മൃതിയായിരുന്നു. ഇപ്പോഴത്തെ നിയമം ഇന്ത്യയുടെ ഭരണഘടനയാണ്. മഹാത്മാ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയാണ് ഇപ്പോഴത്തെ മനുസ്മൃതി. ഇത് വ്യത്യാസമാണ് ഈ നിങ്ങൾ തേൻ തൂകി എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ഇത് മനസ്സിലാക്കാനുള്ള വിവേകവും വിവരവും അയാൾക്കില്ലാത്തത് കൊണ്ട് അയാൾ പറയുന്നതാ. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകവും വിവരവും ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJPക്കും ഈ രാജ്യത്ത് BJP അധികാരത്തിലേറ്റിയ ഇന്ത്യയിലെ ജനതയ്ക്കും ഉണ്ട്. അധികാരം കിട്ടും മുമ്പ് ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി വരുന്ന നാളുകൾ അതാണ് ഒരു പക്ഷേ അതായത് ഇരുൾ മൂടിയ തീതുപ്പുന്ന ചോര വീഴുന്ന ഒരുപാട് ഘട്ടങ്ങളെ കടന്നു വന്നവരാണ് ത്രിപുരയിലെ ജനങ്ങൾ. അതിനുശേഷം ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു ഇരുൾ യുഗത്തിലേക്ക് കടത്തി വിടുന്നുവോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഗർഭിണികളടക്കം അവിടെ മരണപ്പെടുകയാണ്. അപ്പൊ അതിന് ഉത്തരവാദിയായി ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ശ്രീ സുരേഷ്. ആർത്തട്ടഹസിച്ച് വരുന്ന ജനക്കൂട്ടത്തിന്റെ അവരുടെയൊക്കെ തന്നെ പ്രത്യയശാസ്ത്രം എന്താണെന്നുള്ള ബോധ്യം നമുക്ക് ദൃശ്യങ്ങളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. ത്രിപുരയുടെ വരുന്ന ആളുകളിൽ ഒരുപക്ഷെ ഭയപ്പാട് പ്രകടിപ്പിക്കുന്നവരെ തെറ്റു പറയാൻ കഴിയുമോ ശ്രീ സുരേഷ്? ശ്രീ പ്രജീഷ്, അവിടെ ഭയപ്പാടിന്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. കാരണം അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ കൊലപാതകത്തിന് അസംബ്ലിയിൽ ന്യായീകരിക്കുന്ന പോലെ ന്യായീകരിക്കുന്ന പിണറായി വിജയന്റെ സ്വഭാവമുള്ളവരല്ല. അവിടുത്തെ ജനങ്ങൾ 3-2 ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുത്ത അവിടുത്തെ ആദിവാസി സമൂഹം ഹൃദയത്തിൽ ഉൾക്കൊണ്ട BJPയാണ് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അവിടുത്തെ ആദിവാസി സമൂഹം ജീവിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇന്ന് ലെനിൻ്റെ പ്രതിമ തകർക്കപ്പെട്ടിരിക്കുന്നതും അവിടെ കൂടുതൽ അക്രമങ്ങൾ നടക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ അവർകളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അവിടെ CPMകാരുടെ ഓഫീസുകൾ തകർക്കുന്നത്, CPMകാരെ ആക്രമിക്കുന്നത്, ഇന്നലത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇന്ന് നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടിക്കുന്നത്, ഇന്നലത്തെ നിങ്ങളുടെ സ്റ്റേറ്റ് പാർട്ടിയുടെ CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഇന്നത്തെ നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അടിക്കുന്നത്. നിങ്ങൾ 25 വർഷമായിട്ട് സൃഷ്ടിച്ചെടുത്ത ഗുണ്ടാ സംഘങ്ങൾ ഇന്നത്തെ വർഗ സംഘർഷത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതാണ്. ഇതാണ് ബംഗാളിൽ 34 വർഷത്തെ ലേബലൊന്നുമില്ല. ജനങ്ങൾ ഇങ്ങനെ CPMുമായിട്ട് ബന്ധപ്പെട്ട 25 വർഷക്കാരുമായി അവരുടെ ആദിവാസി മേഖലകളിൽ ബലാത്സംഗം നടത്തി, കൊലപാതകങ്ങൾ നടത്തി, അവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം തകർത്ത കമ്മ്യൂണിസ്റ്റ് ജനങ്ങൾ വന്ന് അത് നശിപ്പിക്കുന്നതാണ്. കമ്മ്യൂണിസം തകർന്ന എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസം അനുഭവിച്ച നാട്ടിലെ ജനത അവന് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് കമ്മ്യൂണിസത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച അതേ പ്രകൃതം തന്നെയാണ് ത്രിപുരയിൽ നടക്കുന്നത്. ഇന്നലത്തെ CPMകാർ ഇന്നത്തെ CPMകാരെ കൊല്ലുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതുകൊണ്ട് CPM സൃഷ്ടിച്ച ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള അടിയാണ് അവിടെ നടക്കുന്നത്. ഇത് കുറച്ചു ദിവസം ഞങ്ങളുടെ സർക്കാർ വന്നോട്ടെ, ഞങ്ങൾ ഇത് നിലയ്ക്ക് നിർത്തും, സംശയം വേണ്ട. ഞങ്ങളുടെ സർക്കാർ ത്രിപുരയിൽ വന്നോട്ടെ, ഞങ്ങൾ നിലയ്ക്ക് നിർത്തും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാപ്പ് പറയാൻ തയ്യാറായി. ഈ കേരളത്തിൽ നടന്ന ഏതെങ്കിലും 9 കൊലപാതകങ്ങൾ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നടന്നില്ലേ? ഇതുവരെ മാപ്പ് പറയാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറായോ? ഏതെങ്കിലും ആൾക്കാരുടെ CBI അന്വേഷണത്തെ പോലെ ഇന്ന് നിയമസഭയിൽ എതിർത്തില്ലേ? ഇങ്ങനെ കൊലപാതകത്തിന് പരസ്യമായി BJPയുടെ മുഖ്യമന്ത്രിമാർ അന്തസ്സുള്ള നിലപാടെടുക്കും. അക്രമത്തെ മണിക് സർക്കാർ മാറ്റിയെടുത്ത് അങ്ങനെ മാറ്റിയെടുക്കാൻ CPMന് കഴിഞ്ഞ എങ്ങനെയാണ്? നിങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ 10 പേരെ കൊന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേരെ കൊന്നു. 3500 കോൺഗ്രസ്സുകാരെ കൊന്നു. സുരേഷ് ഇന്നത്തെ ഇന്നത്തെ സംഭവങ്ങൾ അവിടെ അവിടെ ഗർഭിണിയടക്കം ശ്രീ സുരേഷ് ഗർഭിണി ദൃശ്യങ്ങളുണ്ടല്ലോ. ശ്രീ സുരേഷ് എന്തായാലും സുരേഷ് ഇപ്പോഴും ആഹ്വാനം ചെയ്യുകയാണ്. അതായത് അതിനൊരു മേന്മ കണ്ട് ആഹ്വാനം ചെയ്യുകയാണ് ഈ കൊലവിളികളെ. അങ്ങ് ന്യായീകരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയാണ്. അതായത് നിങ്ങളുടെ നേതാക്കന്മാർ ട്വിറ്ററിൽ എഴുതിയത് പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലായിരിക്കും. ദൗർഭാഗ്യകരമാണ്. ഈ CPM എവിടെ അപലപിച്ചു? ആരപലപിച്ചു? ശ്രീ സുരേഷ് ആരാണ് അപലപിച്ചത്? സംഘങ്ങൾ
ഈ സമൂഹത്തിൽ അത് റഷ്യ മുതൽ ഈ ത്രിപുര വരെ ഗുണ്ടാ സംഘങ്ങൾ 10-30 വർഷം ഗുണ്ടാ സംഘങ്ങളെ വാർത്തെടുത്ത് അവസാനം CPM-ന്റെ അധികാരം പോകുമ്പോൾ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്ന ഈ സാഹചര്യം റഷ്യ മുതൽ ത്രിപുര വരെ സംഭവിക്കുന്നു. ലെനിന്റെ പ്രതിമകൾ എന്തായാലും അതിന് നിറം നൽകിയ ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതായത് അങ്ങയിലെ അല്ലല്ല ഈ പ്രതികരണം അങ്ങയിലേക്ക് തന്നെ വരും. അതായത് ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി, അതായത് CPM-ന്റെ ഒരു കാലത്ത് CPM-ന്റെ കൊടി പിടിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെയാണല്ലോ സുരേഷ് പറയുന്നത്. അതിനെന്തായാലും വ്യക്തമായ മറുപടി പറയാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തുടങ്ങിയത് അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതായത് ത്രിപുരയിൽ നടന്ന ആക്രമണങ്ങൾ, അതിന്റെ നിറം ചാർത്തിയത് BJP നേതൃത്വം നൽകിയ നിറം, അത് തുടരുന്ന സുരേഷ് അടക്കമുള്ള കേരളത്തിലെ നേതാക്കൾ, അതിൽ നിന്ന് അവരിൽ നിന്നും മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു അപലപിക്കുന്ന ഒരു വാക്കുകൾ പോലും സുരേഷിന്റെ ആ വാചകങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ കൃത്യതയുണ്ട്. ആ ത്രിപുരയിൽ നിന്നുള്ള ഊർജം അവർ ഉൾക്കൊള്ളും. കേരളത്തിലടക്കം ഒരുപക്ഷെ ചെങ്ങന്നൂരടക്കം അവർ പറയുന്നത് ഞങ്ങൾ തേരോട്ടം നടത്തും, അവിടെ നിന്നും ആവാഹിച്ച ഒരു ഊർജം ഞങ്ങൾക്കുണ്ട്. മറുപടി ശ്രീ കുഞ്ഞിക്കണ്ണൻ. സുരേഷ്, CPM-ന്റെ ഗുണ്ടാസംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ അക്രമം നിർത്താൻ എന്തിനാ അമിത്ഷാ പാർട്ടിക്കാരോട് പറഞ്ഞത്? മിസ്റ്റർ രാം മാധവ് ഈ പ്രതിമ തകർത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലല്ലേ ലോകമറിഞ്ഞത്? റഷ്യയിലല്ല, ത്രിപുരയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് അദ്ദേഹം ഡിലീറ്റ് ചെയ്തല്ലോ. വലിയ ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ, ബഹുജനാഭിപ്രായം രൂപപ്പെട്ട് വന്നപ്പോൾ രാം മാധവ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് അദ്ദേഹം പിൻവലിച്ചല്ലോ. അപ്പോൾ സുരേഷ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ക്രിമിനൽ സംഘങ്ങൾ ഇന്ന് ഗർഭിണികൾ വരെ കൊല ചെയ്യുന്നു, ഷോപ്പുകൾ ആക്രമിക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു, വീടുകൾ ആക്രമിക്കുന്നു, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നു. അധികാരത്തിൻ്റെ അഹന്തയിൽ മത്തുപിടിച്ച നിങ്ങളുടെ ക്രിമിനൽ സംഘങ്ങൾ എന്ത് വൃത്തികേടും അവിടെ ചെയ്യുമെന്നുള്ള അവസ്ഥയാണ്. അത് ഇന്ത്യയിലെ പൗരസമൂഹത്തിനകത്ത് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ രാജ്യത്താകെ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളെ ഭയന്നുകൊണ്ടുകൂടിയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ആക്രമണങ്ങളെ അപലപിക്കുന്ന ഔപചാരികമായ ഒരു നിലപാടെങ്കിലും തയ്യാറായത്. അപ്പോൾ സുരേഷ് ഈ ചാനൽ മുറിയിൽ കിടന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുമോ? നിങ്ങളുടെ നേതൃത്വം, നിങ്ങളുടെ അണികളോട് ഇത്തരം ആക്രമണം തുടരാൻ പാടില്ല. ഇപ്പോൾ പെരിയോറുടെ പ്രതിമ തകർക്കുന്ന വഴി എന്താണ്? ഈ തമിഴ്നാട്ടിൽ മിസ്റ്റർ അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനുള്ള ഒരു സാധ്യതയെ തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. നിങ്ങൾ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്താൽ ഉന്മാദം പിടിപെട്ട ആളുകൾ നിങ്ങളുടെ നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിൽ പോലും കിട്ടാത്ത വിധത്തിൽ ആക്രമണങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കും. കാരണം നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അത് നമ്മുടെ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അനഭിമതരായ എല്ലാ ആളുകളെയും ശാരീരികമായി തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ ഹിന്ദു രാഷ്ട്ര അഭിമാനത്തിനെതിരാണെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് മാത്രമേ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ പ്രത്യയശാസ്ത്ര അജണ്ടയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. ആ അജണ്ടയെ ലക്ഷ്യം വെച്ച് നിങ്ങൾ നീങ്ങുന്നതിന് നിങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ വലിയ പിന്തുണയുണ്ട്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ വലിയ രീതിയിലുള്ള പണം ഒഴുക്കിക്കൊണ്ടാണ്, ആ പണത്തിന്റെ ഒരു കൊഴുപ്പിലാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. 10,000-ഓളം വരുന്ന റിക്രൂട്ട് ചെയ്യപ്പെട്ട വളണ്ടിയർമാരെ ഈ ത്രിപുരയ്ക്ക് ചുറ്റുപാടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ത്രിപുരയിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞ 2-3 വർഷക്കാലം അലവൻസ് കൊടുത്ത് ശമ്പളം കൊടുത്ത് അവിടെ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മറ്റ് പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കൾ, പാർട്ടി നേതാക്കൾ വരുന്നത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളുടെ വളണ്ടിയർമാരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുപ്പിക്കുന്ന പ്രവർത്തനം എന്നെല്ലാം പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ സംഘപരിവാർ ഹൈജാക്ക് ചെയ്യുന്ന സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ജനങ്ങളുടെ സ്വതന്ത്രമായ അവസരത്തെ നഷ്ടപ്പെടുന്ന പ്രവർത്തനം. പെരിയാറുടെ കാര്യത്തിൽ പറ്റിയിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിങ്ങളവിടെ കാലുറപ്പിക്കാൻ നോട്ടയ്ക്കും അപ്പുറത്തേക്ക് ഒരു മണ്ഡലം പക്ഷേ ഒരു ഗതി നിർണ്ണയിക്കുന്ന ഒരു വസ്തുതയല്ലെങ്കിൽ കൂടിയും അവിടെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തമിഴകത്ത് കാലുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തമിഴകത്തിൻ്റെ ബിംബമായി വീരപുത്രനായി അവൻ കരുതുന്ന പെരിയാറുടെ പ്രതിമയെ ആക്രമിക്കുമ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ വരുമെന്ന് കരുതുന്ന രജനീകാന്തിന് പോലും ഒരുപക്ഷെ അവിടെയൊക്കെ തന്നെ കാലിടറും. ആ രീതിയിലാണ് തമിഴൻ്റെ ഒരുപക്ഷെ ഒരു വികാരം. അവിടേക്ക് ആ തമിഴൻ്റെ വികാരത്തിന് നേരെയാണ് നിങ്ങൾ ഇന്ന് തീതുപ്പിയത്. പ്രജീഷ്, ഇവിടെ ഇപ്പോൾ ത്രിപുരയിൽ സംഘർഷം നടക്കുന്നു. അതിന് ഞാൻ എൻ്റെ വാദം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ BJP അധികാരത്തിൽ വന്ന ബാക്കി 19 സംസ്ഥാനം, മേഘാലയ, നാഗാലാൻഡ്, UP, ഹരിയാന, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടില്ല എന്ന് ശ്രീ കുഞ്ഞിക്കണ്ണൻ മനസ്സിലാക്കണം. അതുകൊണ്ട് BJP അധികാരത്തിൽ വന്നാൽ എതിരാളികളെ മുഴുവൻ നശിപ്പിച്ച് കളയും എന്നുള്ളത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് നടക്കില്ല, അത് ചെയ്യാറുമില്ല. ത്രിപുരയിൽ നടന്നത് വേറൊരു പശ്ചാത്തലമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു കാര്യം. രണ്ടാമത്
പെരിയോന്റെ ആ പ്രതിമയ്ക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ അത് ദൗർഭാഗ്യം. യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്ന ഗോരഖ്പൂരിൽ മാത്രം 200 കലാപങ്ങൾ സത്യപ്രതിജ്ഞയുടെ പിറ്റേസ് ഉണ്ടായി. 200 കലാപങ്ങൾ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ഗോരഖ്പൂരിൽ മാത്രം ഉണ്ടായി. യോഗി ആദിത്യനാഥ് തമിഴ്നാട്ടിൽ പെരിയോറുടെ പ്രതിമയ്ക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം അത് ദൗർഭാഗ്യകരമാണ്. അതിൽ സുരേഷ് ഇവിടെ ഇരുന്ന് പറയുന്നു അല്ലാതെ രാജയാണിത് കൊളുത്തിവിട്ട തീയാണ്, അതിന് ചുവട് പിടിച്ചു പോയി. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഒരു വാക്ക് പോട്ടെ, എല്ലാ കാര്യങ്ങളും താങ്കൾ പറഞ്ഞതുപോലെ ട്വിറ്ററിൽ കുടിക്കുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്ക് ഇക്കാര്യം എന്തായാലും തമിഴന്റെ വികാരം, തമിഴന്റെ വീരപുത്രൻ, ആ വീരപുത്രന്റെ അതിലേക്ക് തീ തുപ്പുമ്പോൾ അവിടെ ഉറ്റ വരി ഇതിനകത്ത് കുറച്ച് ഗൂഢാലോചനയുണ്ട്. കാരണം ആര് നടത്തിയ ഗൂഢാലോചന? അതാണ് കാരണം ആര് നടത്തിയ ഗൂഢാലോചന? രാജ നടത്തിയ ഗൂഢാലോചന. അങ്ങനെയെങ്കിൽ രാജ ഒരു പക്ഷേ ബോധപൂർവ്വം നടത്തിയ ഗൂഢാലോചന. അല്ല, രാജയ്ക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. കാരണം ഒരു ഫേസ്ബുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്ക് ഒന്നും അഡ്മിനെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നത് ഒരു നേതാവ് അത് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ആരെങ്കിലും ആ നേതാവ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം, അദ്ദേഹം മാപ്പ് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അത് മുതലെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ ലെനിൻ്റെ പ്രതിമ വീണപ്പോൾ ഈ രാജ്യം മുഴുവൻ ആഹ്ലാദിച്ചു, സന്തോഷിച്ചു. അത് കണ്ടപ്പോൾ ഇത് അങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു ഗൂഢാലോചന. അതുകൊണ്ടാണല്ലോ പെരിയോറുടെ പ്രതിമ അടിച്ചതിൽ CPIയുടെ ഫ്രാൻസിസ് കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ. അതോടൊപ്പം തന്നെ അംബേദ്കറുടെ പ്രതിമ പഴയതാണ്, 3-ാം തീയതി സംഭവിച്ചതാണ്. അതിന്റെ സംഘർഷവും അതിന്റെ പ്രതികളും BJP-ക്കാരോ RSS-കാരോ ഹിന്ദു സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരോ ഒന്നുമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ FIR എടുത്തിട്ടുണ്ട്. അവസാനമായി ഞാൻ ഒറ്റ കാര്യം, ഇത്തരത്തിൽ ഈ ദേശീയ നേതാക്കന്മാരുടെ പ്രതിമകൾ അത് ചാർവാഹകന്റെ ആയാലും പെരിയോറുടെ ആയാലും ശ്രീകൃഷ്ണന്റെ ആയാലും വിവേകാനന്ദന്റെ ആയാലും അതൊക്കെ ആരാധിക്കപ്പെടേണ്ടതാണ്. അതിനു നേരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവസാനം എന്തായാലും ഒരു പൊതു നിലപാടിൽ അങ്ങെത്തിയല്ലോ. അതിനെന്തായാലും അത് തന്നെ വലിയ ശ്രീ ഹസനുൽ ബെന്ന, അതായത് അവസാനമായി ഇക്കാര്യത്തിൽ എന്തായാലും ഇങ്ങനെ ഒരു സുരേഷ് പറയുന്നത് പോലെ ഗൂഢാലോചനയാണോ അവിടെ ത്രിപുരയിൽ കണ്ട ഈ ഒരു ആവേശം, അതിനപ്പുറത്തേക്ക് ഒരു ഗൂഢാലോചന ഇക്കാര്യം നടന്നു എന്ന് അതൊക്കെ ഒരു പൊള്ളയായ ഒരു വാദഗതികളല്ലേ? ഇതിലൊരു പൊതുമാനം വന്നിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള തിരുത്തലാണ് ഉണ്ടാകേണ്ടത്, പ്രതിരോധമാണ് ഒരു പക്ഷേ ഉണ്ടാകേണ്ടത്, ഒരു കൺക്ലൂഷനിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ വരാൻ കഴിയുമെങ്കിൽ കൂട്ടിച്ചേർക്കാം അങ്ങേക്ക് അവസാനമായി? ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ പോലും സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, കേരളത്തിൽ നിന്നുള്ള ചർച്ചയാണ്. കേരളത്തിലുള്ള BJPയുടെ നേതാവാണ് പറയുന്നത് രാജയ്ക്ക് ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. ആ രാജ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. BJPയുടെ ദേശീയ സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിനാണ് കേരളത്തിൻ്റെ BJPയുടെ ചുമതല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഏതു തരത്തിലാണ് BJPയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതെന്നും നിയന്ത്രിക്കേണ്ടതെന്നും പറയേണ്ടുന്ന ഒരാളാണ് ഇന്നലെ പെരിയാറിൻ്റെ പ്രതിമയ്ക്കെതിരായ ഈ ആഹ്വാനം നടത്തുന്നതും ഈ അക്രമം നടത്തുന്നതും അവസാനം അദ്ദേഹം മാപ്പ് പറയേണ്ടി വരുന്നതും. അപ്പോൾ ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറുന്നതിനെതിരായ നടപടി, കൃത്യമായ നടപടി വാക്കുകൊണ്ട് പറയുന്നതിന് പകരം അത് സ്വീകരിച്ച് തന്നെ BJP അത് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നേരത്തെ രാംമാധവിൻ്റെ കാര്യം സൂചിപ്പിക്കേണ്ടായി, അത് വളരെ സൗകര്യപൂർവ്വം വിടുകയാണ് ചെയ്തത്. എങ്കിൽ ഈ രാജയുടെ കാര്യത്തിൽ അക്രമം നടന്ന സ്ഥിതിക്ക്, അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിനൊരു പ്രത്യാഘാതമുണ്ടായ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ നന്നെ ചുരുങ്ങിയത് കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റാനോ, കാരണം കേരളം ഇനിയിപ്പോൾ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇത്തരം ഒരാൾക്ക് കീഴിൽ ഇങ്ങനെ അഡ്മിനെ ഏൽപ്പിച്ച് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വളരെ പ്രകോപനപരമായ പ്രസ്താവന രാജയാണ് കേരളത്തിൽ അങ്ങേക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഉപദേശം തരേണ്ട നാളത്തെ നേതാവ്. അതുകൂടി അങ്ങ് ഓർക്കുക. കേരളം എന്തായാലും ഓർക്കട്ടെ. എന്തായാലും സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ, ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി.